1983 ബാച്ച്. ആ ബാച്ചിൽപ്പെട്ട ആളുകളാണ് ഞങ്ങളെല്ലാവരും. അതിൽ മോഹനനും ഞങ്ങളുടെ കൂടെ ഒരേ ബെഞ്ചിലൊക്കെ ഇരുന്നെന്ന് പറഞ്ഞ പോലെ പഠിച്ച ആളുകളാണ്. അതാണ് ഇവിടുത്തെ ഒരു കൂട്ടായ്മയുടെ കാരണം. അതാണ് ഇവിടെ നമ്മുടെ കൗൺസിലർ രോഹിണി ഉണ്ട്, പിന്നെ മഞ്ജു നമ്മുടെ ഇവിടുത്തെ കൗൺസിലർ, പിന്നെ ഇവിടെ വന്നിട്ടുള്ളതൊക്കെ ഇതിൻ്റെ ഭാരവാഹികളൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. ഞാനതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ വൈസ് പ്രസിഡന്റ് തുടക്കം വയ്ക്കാൻ കാരണം പ്രസിഡന്റ് വന്നിട്ടില്ല. പ്രസിഡന്റ് ഒരു ആവശ്യാർത്ഥം വിദേശത്ത് പോയിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ സ്ഥാനം ഇപ്പോൾ അലങ്കരിക്കുന്ന ആള്. പക്ഷെ അദ്ദേഹം വരാത്തതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ 83 ബാച്ചിൻ്റെ എല്ലാവരുടെയും കൂട്ടായ ഒരു നല്ലൊരു സഹകരണം ഇതിൻ്റെ തുടക്കം മുതൽ ഉള്ളതുകൊണ്ട് ഇതേപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ബാച്ചിൽപ്പെട്ട കഷ്ടതകളുള്ളവർ അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവർ, മറ്റു പല രീതിയിലും ചികിത്സയും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ SSLC ബാച്ചിലുള്ള എല്ലാവരുടെയും കൂടെ കൂട്ടായ ആലോചനയുടെയും അതിൻ്റെ തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പല രീതിയിൽ സാമ്പത്തികമായിട്ടും അല്ലാതെ എല്ലാം സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പം അതിനെല്ലാവരുടെയും നല്ലൊരു സഹകരണം തുടക്കം മുതൽ ഇപ്പോഴും ഉണ്ട്. ആ ഒരു രീതിയിലുള്ള ഒരു സഹായമാണ് വാസ്തവത്തിൽ ഇങ്ങനൊരു കാര്യം ആലോചിക്കുകയും മോഹനെ സംബന്ധിച്ചോളം അസുഖബാധിതനാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ശരത്താണെങ്കിലും ഞങ്ങളുടെ പരിപാടിക്കൊക്കെ വരാറുണ്ട്. ശരത്തവിടെ വന്ന് പാട്ടുകളൊക്കെ പാടി ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാറുണ്ട്. ശരത്ത് മ്യൂസിക് കലാപരമായിട്ടും അതുപോലെ കഴിവുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ശരത്തിനും അതുപോലെ മോഹനും ഒരു സഹായം വേണം എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇങ്ങനൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ഷോപ്പ്, ഈ ഒരു ചെറിയൊരു ഷോപ്പ്, ഈ ഒരു സംരംഭം നൽകുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഇത് കഴിഞ്ഞ മെയ് മാസം 4-ാം തീയതി ഈ ഇതിൻ്റെ ഒരു വാർഷികമായിരുന്നു ഈ ഒരു കൂട്ടായ്മയുടെ. അന്ന് തന്നെ ഇത് നൽകണമെന്നാണ് ആദ്യം ആലോചിച്ചിരുന്നത്. പക്ഷേ കുറച്ച് കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ പണി വൈകിപ്പോയതുകൊണ്ട് ആ സമയത്ത് ചെയ്യാൻ സാധിച്ചില്ല. ആ സമയത്ത് അതിൻ്റെ ഒരു പ്രതീകം എന്നുള്ള നിലയിൽ ഇതിൻ്റെ ഒരു താക്കോല് കൊടുത്തുകൊണ്ട് മോഹന് നൽകിക്കൊണ്ട് ആ സമയത്ത് അതിൻ്റെ ഒരു ചടങ്ങ് ചെയ്യുകയുണ്ടായി. അത് നമ്മുടെ ബഹുമാനപ്പെട്ട DYSP രാജ്കുമാർ സാറാണ് നിർവഹിച്ചത്. പക്ഷെ അതിൻ്റെ ശരിയായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കൗൺസിലർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ശ്രീമതി മഞ്ജു നിർവഹിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ബാച്ചിലെ തന്നെ അംഗമായിട്ടുള്ള രോഹിണി ഇവിടുത്തെ തൊട്ടടുത്ത വാർഡിലെ കൗൺസിലറാണ്. പിന്നെ സാബുവിനോട് പറഞ്ഞിരുന്നു, സാബു എത്തിച്ചേർന്നിട്ടില്ല, എവിടെ പോയിരിക്കുകയാണ്. അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള ചില കൗൺസിലർസോട് സമീപ വാർഡുകളിൽ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഈ ക്ഷണം സ്വീകരിച്ച് മോഹൻ്റെയും അതുപോലെ ഈ ബാച്ചിലെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഈ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനും സംസാരിക്കുന്നതിനും വേണ്ടി ബഹുമാനപ്പെട്ട മഞ്ജു കൗൺസിലറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ തൊട്ടടുത്ത താമസിക്കുന്ന ആളുകളെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. ഏതായാലും നമുക്കറിയാം ഈ ഒരു ബാച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ആയാലും SSLC ബാച്ച് ഞങ്ങൾക്കും അങ്ങനൊരു കൂട്ടായ്മ ഉണ്ടെങ്കിലും വളരെ അപൂർവമായിട്ട് കൂടി ചേരുകയാണ്. ഇത്രയും വലിയൊരു കാര്യങ്ങളിലേക്കൊന്നും ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ മോഹൻ ചേട്ടനും കുടുംബത്തിനും ഏറെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇതിൽ നിന്ന് വലിയൊരു കാര്യങ്ങളല്ലെങ്കിലും അത്യാവശ്യം മോഹൻ ചേട്ടനെ കൊണ്ട് ചെറിയ കാര്യങ്ങൾക്ക് ഇതിനും നടത്തിയെടുക്കാനും അതിലുപരി ഇങ്ങനൊരു ഈ വീടിനകത്ത് തന്നെ ഇരുന്ന് പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അസുഖത്തിൻ്റെ അവസ്ഥയിലൊക്കെ അത് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ഇത്രയും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച അവർക്ക് വേണ്ടി ചെയ്ത ഈ 1983
എല്ലാവരോടും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിനുള്ള നന്ദിയും അറിയിക്കുകയാണ്. ചെറിയ സംരംഭത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി അറിയിക്കുകയാണ്. തിരിച്ചു പൊട്ടിക്കും ഞാൻ പറഞ്ഞോളൂ പൊട്ടിക്കും വണ്ടി അകത്ത് കയറിക്കൊണ്ട് വരില്ലേ ഫ്രണ്ട് കിട്ടാൻ മോനെ അത് കയറിക്കോട്ടെ ഞാൻ അകത്ത് കയറാം മോനെ കൊടുക്കും മാറാം